ഓണറേറിയം ഒന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നത് ഒരു ഗവൺമെന്റുകൾക്കും ചേർന്നതല്ല എന്നാവുമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന 7000 രൂപ ഓണറേറിയം അത് മര്യാദയ്ക്ക് കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ ഇത് തന്നെ 3 മാസം കുടിശ്ശികയായിരുന്നു. നിങ്ങളുടെ സമരം പ്രഖ്യാപിച്ചപ്പോഴാണ് 2 മാസത്തെ കുടിശ്ശിക നൽകുമെന്ന് പ്രഖ്യാപിച്ചു. 1 മാസത്തെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 7000 രൂപ ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഇവിടെയാണ് കിട്ടുന്നത് എന്ന മുടന്ത ന്യായം പറയുമ്പോ ഞാൻ ചോദിക്കുന്നു, ഒരു ജോലിയും ചെയ്യാത്തവർക്ക് ഇപ്പോ നിങ്ങൾ ശമ്പളം കൂട്ടി കൊടുക്കുന്നില്ല? ഇപ്പൊ കേരളത്തില് ഇന്ന് ഒരു ഉപകാരവും ഇല്ലാത്തൊരു സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഞാൻ മാത്രം പറയുന്നല്ല, CPIയുടെ നേതാവ് മുൻ മന്ത്രി C. ദിവാകരനാണ് പറഞ്ഞത് ഈ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യം കേരളത്തിലുണ്ടത്. കാരണം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരാൾക്ക് പോലും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നില്ല, ഒക്കെ പിൻവാതിൽ നിയമനാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയത്. അങ്ങനെയുള്ള PSCയുടെ ചെയർമാന് 2,26,000 നിന്ന് ഒറ്റടിക്ക് 3,80,000 രൂപയിലേക്കാണ് ശമ്പളം കൂട്ടി കൊടുത്തത്. ഇതിന് തത്തുല്യം അതും ഇനി അടുത്ത മാസം തൊട്ടല്ല, പഴയ പ്രാബല്യത്തോടെ കൊടുക്കുകയാണ്. അത് അതിന്റെ അർത്ഥം എത്ര കോടി ഖജനാവെന്ന് ചെലവാകും. അതുപോലെയാണ് ഡൽഹി കേരള ഹൗസിലെ കേരളത്തിന്റെ പ്രതിനിധി, ഇടക്കാരിയുടെ ഒരു ജോലിയില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് 11 ലക്ഷത്തോളം ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുക. അവിടെ ഓണറേറിയം എന്ന് പറയാൻ കാരണം 2 പെൻഷൻ ഉള്ളതുകൊണ്ട്, അസംബ്ലി പെൻഷനും ലോക്സഭയുടെ പെൻഷനും ഉള്ളതുകൊണ്ട് ശമ്പളം എന്ന് കണ്ടാൽ അതിൽ കട്ട് ചെയ്യും. അതുകൊണ്ട് അത് കട്ട് ചെയ്യാതിരിക്കാൻ ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുക. അതാണ് 11 ലക്ഷമാക്കി കൂട്ടിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആശാ വർക്കർമാർക്ക് കൂട്ടി കൊടുത്താൽ എന്താ കുഴപ്പം? 7,000 എന്നുള്ളത് നിങ്ങൾ 21,000 എന്ന് പറയുന്നു. അത് കൂട്ടുന്നതിൽ എന്താ കുഴപ്പം? നിങ്ങൾ ഈ അനാവശ്യ പോസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോ സേവനം ചെയ്തവരെ അംഗീകരിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, കേരളം ഭരിക്കുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഒരു പാർട്ടി എന്നാണല്ലോ പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും പോയി, ഇനി കേരളം മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇവിടെയും തന്നെ നിങ്ങൾ ഈ തൊഴിലാളി വിരുദ്ധ നടപടി എന്തിനാ സ്വീകരിക്കുന്നത്? പ്രത്യേകിച്ച് ആശാ വർക്കർമാരോട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായത്, ആരോഗ്യമന്ത്രിനെ യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു. സാധാരണ എല്ലാ മന്ത്രിമാരും കാണിക്കാറുണ്ട് കരിങ്കൊടി. മന്ത്രിമാർ അവരെ ഒഴുക്കി പോവും, കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് നീക്കം ചെയ്യും. പക്ഷെ ഇന്നലെ അതിൽ നിന്ന് വിപരീതമായി ആരോഗ്യമന്ത്രി അവിടെ ഇറങ്ങിയിട്ട് അവരോട് ന്യായത്തിന് പോകും. എന്തിനാന്ന് ചോദിച്ചാൽ അവര് വല്ല കല്ലെടുത്ത് എറിഞ്ഞാൽ നാളെ അതിലേക്ക് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, ഈ സമരത്തിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ അതിൽ നിന്ന് വിപരീതമായി കരിങ്കൊടി കാണിച്ചവരുടെ ഇടയിലേക്ക് മന്ത്രി ഇറങ്ങിച്ചത്. പക്ഷെ അവർക്ക് രോഗം മനസ്സിലായി. അവർ നന്നായിട്ട് കൂവി വിട്ടു എന്നല്ലാതെ ഒരു കല്ലെടുത്ത് പോലും എറിയാൻ അവർ തയ്യാറായില്ല. അവർക്ക് ഈ ചതി മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, അത്ര പോലും ദുഷ്ടബുദ്ധിയാണ്. അതായത് ഈ സമരം പൊളിക്കാൻ എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചല്ലോ. എന്തെല്ലാമായിരുന്നു വാട്സപ്പിലൊക്കെ ഓരോ തോന്നിവാസങ്ങൾ ചില യൂട്യൂബുകാരെ വാടകയ്ക്കെടുത്ത് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്. ഇവിടെ സമരത്തിന് വന്നവരെ ഭീഷണിപ്പെടുത്താൻ നോക്കി. ഇനി നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നവരെ ഭീഷണിപ്പെടുത്തി. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുത്തു. കാരണം ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങളായിട്ട് വരുന്നവരാരും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാവില്ല എന്ന് എല്ലാവരെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. പിന്നെ ഇതുപോലെ വിരമിക്കൽ സമയത്ത് 5 ലക്ഷം ചോദിക്കുമ്പോ അത് എപ്പോഴത്തേക്കും മുഴുവൻ ഭാവിക്കുക. ഇപ്പൊ 62 വയസ്സിലാണല്ലോ നിങ്ങളുടെ സേവനം അവസാനിക്കുക. നമ്മുടെ ആയുർദൈർഘ്യം കുറെ കൂടുതലാ കേരളത്തില്. ഇത്രയും വർഷങ്ങൾ ജീവിക്കുന്നവരാണ് 5 ലക്ഷം ചോദിക്കുന്നത്. അതാണ് എന്തോ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇതൊന്നും ഒരു തൊഴിലാളി സർക്കാരിന് ചേർന്ന ഏർപ്പാടല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊന്നും എന്ന് എല്ലാ കാലത്തും അധികാരമൊന്നും ഉണ്ടാവില്ല. അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും അധികാരമുള്ളപ്പോൾ ദ്രോഹിച്ചവരൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് നടു റോട്ടിൽ വിചാരണ ചെയ്യുമ്പോൾ അന്ന് ഇതിന്റെയൊക്കെ പ്രയാസങ്ങൾ അറിയണം. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയോടെ ഒരു അഭ്യർത്ഥനയുള്ളത്, വെറുതെ വാചക കസർത്ത് നടത്താതെ ഈ ആശാ വർക്കർമാരെ നിങ്ങളൊന്ന് സഹായിക്കുക.
അതല്ല നിങ്ങൾക്ക് ഇരുന്ന് ഒന്നാമത് അവരുടെ വകുപ്പുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ കയറിയ രോഗികളെ മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ സംസ്ഥാനം എത്തി. ഭരിച്ചു അവർക്ക് സത്യം പറഞ്ഞാൽ ഈ പണി പറ്റിയതല്ല. അവർക്ക് നല്ലത് വാർത്ത വായിക്കൽ തന്നെയായിരുന്നു ഏറ്റവും നല്ലത്. ഇപ്പൊ ഏതായാലും അവിടെ നേരത്തെ ശ്രീ സഹാനന്ദൻ അവിടെ ഇളവനം കരീമിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. കാരണം എന്താ അറിയും, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് കോഴിക്കോട് നിന്ന് അത് 1 ലക്ഷം വോട്ടിന് തോറ്റപ്പോ CIT-കാർ ഉൾപ്പെടെയുള്ളവർ എതിരായിട്ട് വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടി കണ്ടുപിടിച്ചത്. അതിന്റെ കാരണം CIT തൊഴിലാളി എന്ന് പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ പ്രതിനിധിയല്ല, ഇയാൾ മുതലാളിമാരുടെ ആളാണ് എന്ന് പറഞ്ഞ് CIT-കാർ പോലും കൈവിട്ട ഇളവനം കരീമിനെ കുറിച്ച് നമ്മളൊരു പ്രഭാഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അതും ദേശാഭിമാനിയാണ്, അധികാരം വഹിക്കില്ല. അതുകൊണ്ട് ആ വായിക്കാത്ത കാര്യം ഇനി നാട്ടുകാരെ മുഴുവൻ നമ്മൾ അറിയിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ സമരം ഭീഷണി കൊണ്ടോ പ്രലോഭനങ്ങൾ കൊണ്ടോ അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഇവർക്കുള്ള ന്യായമായ അവകാശങ്ങൾ നൽകി ഇവരെ സന്തോഷത്തോടുകൂടെ അവരുടെ ജോലിയിലേക്ക് യാത്ര അയക്കേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുമുണ്ട്, ആരോഗ്യമന്ത്രിക്കുമുണ്ട്. അതിന് പകരം കേവലം വ്യവസായങ്ങളുടെ പ്രതീക്ഷ 1,52,000 കോടി വ്യവസായങ്ങൾ വരുന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുന്നല്ല വന്നു കഴിഞ്ഞാലേ അവർക്കറിയില്ല. ഏതായാലും പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇവിടെ മുഴുവൻ സ്വർഗാണെന്ന് പറയുമ്പോ സാധാരണക്കാരെ ശുശ്രൂഷിക്കുന്ന ആശാ വർക്കർമാർക്ക് നിങ്ങൾ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വർഗാണോ? അവരെ നരകത്തിലേക്ക് തള്ളിവിട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും. നിങ്ങളെ ഒരു പരദേശി ഇവിടെ ഉണ്ടാവില്ല. ഈ പാവങ്ങളെ നിങ്ങൾ ഇനിയും ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണ പിന്തുണ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വന്നത്. നിങ്ങളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏതാണ്ട് ഒട്ടുമിക്ക രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണയുണ്ട്. ചെയ്യാൻ കഴിയുന്ന ഏത് സഹായവും ഞങ്ങളുടെ ഭാഗത്ത് തുടർന്നും ഉണ്ടാകും. നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അക്കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. സഹായിക്കേണ്ട ഒരു ഘട്ടം ഞങ്ങൾക്ക് വന്നാൽ അന്ന് തീർച്ചയായിട്ടും സഹായിക്കും. അക്കാര്യത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ വിജയാശംസകളും നിങ്ങൾക്ക് നേരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.